ഞാന് അല്ല എങ്ങോട്ടാ പോണേ? നിങ്ങളെ സ്വന്തം കല്യാണത്തിന് ഇപ്പൊ തന്നെ നേരത്ത് അങ്ങോട്ട് ഇറങ്ങ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ച് വന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണമൊക്കെ എന്താണെന്ന് ഞാൻ പറയാം. ഒരു 20 ദിവസത്തിൻ്റെ ഒക്കെ മുകൾക്ക് അയക്കണമെന്ന് തോന്നുന്നു വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇന്നിപ്പം വന്നിട്ടുള്ളത് കല്യാണ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. മുത്താപ്പാൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. 2 ദിവസത്തെ വ്ളോഗാണ്. കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കല്യാണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇന്ന്. ഇതാണ് കല്യാണ വീട്. ഞങ്ങൾ ഒരു മഗ്‌രിബൊക്കെ ആയപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. പിന്നെ വല്ലാണ്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാർ യൂട്യൂബിലേക്ക് വരാനെതിരാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. യൂട്യൂബിൽ വരാൻ ഇഷ്ടമില്ലാത്തവരെ വീഡിയോ എടുത്തിട്ട് അവർ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. മാത്രമല്ല എങ്ങാനും അവരൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തി വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവരെ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലെത്തിയപ്പം കല്യാണ വീട്ടിലെത്തിയപ്പം അവിടെ ആൾക്കാരൊക്കെ എത്തി തുടങ്ങണുള്ളൂ കേട്ടോ. അതിനുള്ള ടൈമേ ആയിട്ടുള്ളൂ. വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരമായിട്ട് ഉച്ചക്കായിട്ടൊക്കെ വന്നവരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മൂത്താപ്പയാണ് കേട്ടോ ആ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നത്. മുത്താപ്പ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നേ വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണം എങ്ങനെ ആവും എന്തോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അൽഹംദുലില്ലാ കല്യാണമൊക്കെ ആയപ്പോഴത്തേന് മുത്താപ്പ ഏറെക്കുറെ ഓക്കെ ആയി വന്നു കേട്ടോ. അപ്പോൾ മുത്താപ്പക്ക് എല്ലാം തന്നെ കല്യാണമൊക്കെ കൂടാൻ പറ്റി. എൻ്റെ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ കാണാൻ പിന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇതാണ് കേട്ടോ മുത്താപ്പൻ്റെ മോളാണിത്. ഇവള് ആകെ ഒരു പെൺകുട്ടിയുള്ളൂ കേട്ടോ. പിന്നെ ഇവളെ മൂത്തത് 3 ആൺകുട്ടികളാണ്. 3 ആണും ഒരു പെണ്ണുമാണ് താത്താക്കുള്ളത്. അതിൽ മൂത്ത മോൻ്റെ കല്യാണമാണ് കേട്ടോ. കല്യാണം വീട്ടിൽ വെച്ചിട്ടല്ല, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. തലേദിവസത്തെ പരിപാടിയാണ് വീട്ടിൽ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. തലേദിവസം നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടാൻ കുറച്ച് ലേറ്റായത് ആകെ പ്രശ്നത്തിലായിരുന്നു കേട്ടോ. സൗണ്ട് ഇല്ലാതായിട്ടും ശ്വാസം മുട്ടും ജലദോഷവും അങ്ങനെ ആകെ ഇടങ്ങേറിലായിരുന്നു. ഇപ്പോഴും ശരിയായിട്ടില്ല, ശരിയായി വരണുള്ളൂ. പക്ഷെ കുറേ ആയല്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇനി വീഡിയോ ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാട്ടോ ഈ ഒരു വീഡിയോ. ഇപ്പോൾ ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 2 ആഴ്ചൻ്റെ മുകൾക്കായി. ജനുവരി 26-നായിരുന്നു കേട്ടോ ഈ ഒരു കല്യാണം. പക്ഷെ ഇത്രയും ആ ഒരു ടൈമിലൊന്നും വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ റൂം. നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ റൂമും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം അവിടെയൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് അവർക്കൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം അവരൊന്നും ബുദ്ധിമുട്ടാക്കാണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ അത് ഏകദേശം ആൾക്കാരൊക്കെ വന്നവരൊക്കെ പോയിട്ടോ. ഈ വീട്ടിലുള്ളവർ തന്നെ ഉള്ളൂ. ഇതാണ് കേട്ടോ മഹർ. ഇങ്ങനെ ഡെയിലി യൂസ് ആക്കാൻ പറ്റിയൊരു മാലയും പിന്നെ വേറൊരു മാലയും. ഇതാണ് ഇത്താത്തിയും വളയനും, അതായത് ചെക്കൻ്റെ ഉമ്മയും ഉപ്പയും കേട്ടോ. അപ്പം എല്ലാതും കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ചെറിയ മൈലാഞ്ചിട്ട് കൊടുക്കുന്ന പരിപാടി വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണത്തിൻ്റെ തലേ ദിവസമൊക്കെ പെൺകുട്ടികളെ പരിപാടിയാണല്ലോ ഭംഗി. കാരണം അവർക്ക് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. മഞ്ഞൾ കല്യാണം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കല്യാണങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷെ ആൺകുട്ടികളുടെ അങ്ങനെ കാര്യമായിട്ടുണ്ടാവില്ല. നമുക്കിവിടെ ആൺകുട്ടീൻ്റെ കല്യാണം ആയതുകൊണ്ട് അങ്ങനെ വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അത് ഓരോരുത്തരിങ്ങനെ മൈലാഞ്ചി ഇട്ടെടുക്കേണ്ട കയ്യിൽ.
കുറേ ആൾക്കാരുണ്ട് കേട്ടോ, പക്ഷെ അവരൊന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. വീഡിയോയിൽ വന്നാൽ കുഴപ്പമില്ലാത്തതിന് മാത്രം ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അതായത് കല്യാണത്തിൻ്റെ അന്നത്തെ. അപ്പോൾ അതാ ആദ്യം വെള്ളമൊക്കെ കുടിച്ച് അകത്ത് കയറുകയാണ്. 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് നിക്കാഹ് തുടങ്ങും. ഞങ്ങളെത്തിയപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. പിന്നെ നിക്കാഹിൻ്റെ ടൈമൊക്കെ ആയപ്പോഴത്തേന് സീറ്റൊന്നും തികയാതായിട്ടോ. ആൾക്കാരൊക്കെ സൈഡിലൊക്കെ നിന്നിട്ടായിരുന്നു, കാരണം അത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും മുഖത്തും ഈ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടെങ്കിലും ഇമ്മയില്ലാത്ത സങ്കടം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ, കാരണം ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മാനെ ആദ്യം ഒരുക്കി കൊടുത്ത് ഉമ്മൻ്റെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനായാലും താത്തായാലും ഒക്കെ റെഡി ആവാൻ വേണ്ടി നിൽക്കുക. പക്ഷെ പ്രാവശ്യം ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇമ്മയില്ല. ഇമ്മ പോയിട്ട് ആദ്യമായിട്ട് കൂടുന്ന കല്യാണം ഇതാണ് കേട്ടോ. പിന്നെ നഷ്ടപ്പെട്ടൊന്നും ഇനി തിരിച്ച് കിട്ടാൻ പോകണില്ലല്ലോ. അതേമാതിരി മാണൂർ മഹല് സ്വദേശി തടത്തിൽ സുലൈമാൻ എന്നവരുടെ മകൾ സെഫ്നയും തമ്മിൽ നിക്കാഹാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിക്കാഹ് കർമ്മം നിർവഹിക്കുന്നത് വടകര അബ്ദുറഹ്മാൻ മഷൂർ തങ്ങളാണ്. തങ്ങളുടെ ആരംഭത്തിൽ നടക്കുന്ന ഈ നിക്കാഹിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് തങ്ങളവരുടെ നിക്കാഹ് കർമ്മത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وبجمالنا وبحكمنا وبديننا واغفر بذات الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقولوا قولي هذا واستغفر الله العظيم لي. സഫ്ന എന്നവരുടെ ഈ സ്വർണ്ണാഭരണം വളരെ മനോഹരമായി നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് ഇവയായിട്ട് പോകുന്നു. നിങ്ങളുടെ മകൻ സഫ്ന എന്നവരെ ഈ പറയപ്പെട്ട മഹത്വമായ എനിക്കും നിക്കാഹ് ചെയ്തു തന്നത് ഞാൻ സ്വീകരിച്ച് ബുദ്ധിമുട്ടും على سيدنا محمد وعلى آله وصحبه أجمعين. يا ربنا لك الحمد كما أنبغي لجلال وجهك وعظيم سلطانك. اللهم صل على سيدنا محمد الألف الذي لا تكون مثل الحق الله ولا تكون لرسوله.
നല്ല ഫുഡ് കഴിക്കട്ടാ അല്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.